8 അതിനുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ തൃക്കോടി മൂടാടി പഞ്ചായത്തിൽപ്പെട്ട കോടിക്കൽ കടപ്പുറത്ത് എന്ന സ്ഥലത്താണുള്ളത്. കാലങ്ങളായി കോടിക്കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കൾ അടിഞ്ഞു കൂടുന്നുണ്ടെന്ന് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്ന പ്ലാസ്റ്റിക് ഈ വർഷം അടിഞ്ഞ പ്ലാസ്റ്റിക്കുകളാണ്. എല്ലാ വർഷവും പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഈ വർഷമാണ് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഈ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകൾ മൊത്തം പ്ലാസ്റ്റിക് വിമുക്തമാക്കാനാണ് ഇവിടെ. മൂടാടി പഞ്ചായത്തിലെ കോടിക്കൽ ബീച്ചിൽ ഇന്ന് രാവിലെ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാക്കേണ്ട പ്രവർത്തനത്തിലാണ് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ വളണ്ടിയേഴ്സും മൂടാടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയും. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ മൂടാടി ഗ്രാമപഞ്ചായത്തിലെ 1-18 വാർഡ് കൂടി ചേരുന്ന കോടിക്കൽ കടപ്പുറമാണ് ഇവിടെ കാണുന്നത്. കോടിക്കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ കടലിൽ നിന്നും വന്നടിഞ്ഞ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഹരിതകർമ്മസേന അംഗങ്ങളായ ഞങ്ങളെല്ലാവരും 2 ദിവസമായി ഇവിടെ ഇപ്പോൾ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ അംഗങ്ങളും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. നമ്മുടെ നാട് എന്ന് വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്ന് മാറുന്നു അന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ മുക്തരാകുകയുള്ളൂ. മലനിരകളിൽ നിന്ന് പോലും വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക്കുകൾ നദികൾ വഴി കടലിൽ വന്നു ചേർന്നിട്ട് കാണുന്ന ഭീകര ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് എത്രത്തോളം നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ ആൾക്കാരും കൂടി ഞങ്ങൾക്ക് ഉണ്ട്. പ്ലാസ്റ്റിക് ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന്റെ ഒരു ദുരന്ത ഫലമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് 36 ആളുകളെ വെച്ച് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും വീടുകൾ കയറി പ്ലാസ്റ്റിക്കും മറ്റ് ഖരമാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ എല്ലാ ആളുകളും അത് ഏറ്റെടുക്കാനോ അത് അംഗീകരിക്കാനോ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യും. മൂടാടി പഞ്ചായത്തിലെ കോടിക്കൽ കടപ്പുറത്ത് അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ പോവുകയാണ്. ഞങ്ങളോട് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷന്റെ ആൾക്കാരുമുണ്ട്. അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഈ മഴയത്തും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കുന്നവർക്ക് ഞങ്ങൾ എല്ലാ അംഗങ്ങളുടെയും നന്ദി.